നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 18 വയസ്സ് ഉള്ള ആൺകുട്ടി +2 പരീക്ഷയെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രായത്തിലെത്തുന്ന കുട്ടികൾക്കൊക്കെ ജിമ്മിൽ പോകണം, ബോഡി ബിൽഡ് ചെയ്യണം, അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. കോളേജിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നല്ല ഒരു ബോഡിയുമായിട്ട് വേണം ചെല്ലാൻ, എന്നാലേ തനിക്ക് സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടൂ, ആരാധകരെ ലഭിക്കൂ, ഇങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിനടുത്തുള്ളൊരു ജിമ്മിൽ ചേർന്നു, വർക്കൗട്ടുകളൊക്കെ തുടങ്ങി. ആ ജിമ്മിലെ ട്രെയിനർ പറഞ്ഞു കൊടുത്ത ചില ഡയറ്റുകളും കാര്യങ്ങളുമൊക്കെ ശീലിക്കാനായിട്ടൊക്കെ തുടങ്ങി. പക്ഷെ അതിൻ്റെ കൂടെ മറ്റ് ചില കാര്യങ്ങൾ കൂടെ ചെയ്തു. ഈ 6 പാക്ക് മസിൽസൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ ചില കാര്യങ്ങളൊക്കെ തിരയാൻ തുടങ്ങി. അപ്പോൾ ചില പ്രത്യേകതരം പ്രോട്ടീൻ പൗഡറുകൾ, മറ്റ് ചില പദാർത്ഥങ്ങൾ, എനർജി കൂട്ടുന്ന ചില പാനീയങ്ങൾ, ഇങ്ങനെയുള്ള കുറേ വാണിജ്യ സ്വഭാവമുള്ള സജഷൻസ്, കമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്സ് അത് നമ്മൾ തിരയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഇതിൽ പലതും ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഓരോ പ്രോഡക്റ്റുകൾക്കുമുള്ള റിവ്യൂവും മറ്റു കാര്യങ്ങളും ഒക്കെ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സാധനങ്ങളും വാങ്ങിക്കൂട്ടാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിനുവേണ്ടി വീട്ടുകാരോട് നിർബന്ധം ചെലുത്തുക, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം വാങ്ങിയിട്ട് അത് ഉപയോഗിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് 6 പാക്ക് വരൂ എന്നൊക്കെ കരുതി ഓരോന്ന് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് ശരീരത്തെ മസിൽ വികസിച്ച് വരാൻ ആവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. എപ്പോഴും നാച്ചുറലായിട്ടുള്ള പ്രോട്ടീനുകളാണ് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് നല്ലത്. ഇപ്പോൾ സസ്യഭുക്കായ ഒരു വ്യക്തിയാണെങ്കിൽ ചെറുപയറും കടലയും ഒക്കെ പ്രോട്ടീൻ്റെ സോഴ്സസ് ആണ്. മാംസഭുക്കായ ഒരു വ്യക്തിക്ക് മുട്ടയുടെ വെള്ള, കറിവെച്ച കോഴിയിറച്ചി, കറിവെച്ച മീൻ, ഇതൊക്കെ പ്രോട്ടീൻ സോഴ്സസ് ആണ്. അപ്പോൾ ഇതൊക്കെ നന്നായി ഉപയോഗിക്കുകയും കാർബോഹൈഡ്രേറ്റ്, അന്നജത്തിൻ്റെ അളവ് കുറയ്ക്കുകയും കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുകയും കൃത്യമായി വ്യായാമം ചെയ്യുകയും ചെയ്താൽ ക്രമേണ നല്ല രീതിയിലുള്ളൊരു ബോഡി ബിൽഡ് ചെയ്ത് വരാം. അപ്പോൾ ചില വ്യക്തികൾക്ക് പ്രോട്ടീൻ്റെ അളവ് കുറവായിരിക്കും. അത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ അല്ലെങ്കിൽ നേരത്തെ അനുവർത്തിച്ചിരുന്ന ഭക്ഷണ ശൈലിയിലെ പരിമിതികളൊക്കെ മൂലമായിരിക്കാം ഈ പ്രോട്ടീൻസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾ മാത്രം ഈ പ്രോട്ടീൻ പൗഡറുകൾ വാങ്ങി കഴിക്കുന്നത്, അതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. പക്ഷെ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കുട്ടി ഈ ഭക്ഷണക്രമമൊക്കെ നന്നായിട്ട് പാലിച്ചിട്ടും അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള കുറേ പ്രോട്ടീൻസ്, അതും ഒന്നിലധികം പ്രോഡക്റ്റുകൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇതെല്ലാം വലിയ അളവിൽ ഉപയോഗിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ തടസ്സങ്ങൾ വരുന്നു, മൂത്രത്തിൻ്റെ നിറം മാറുന്നു, അതിൽ വല്ലാത്തൊരു പതയൊക്കെ വരുന്നു, ഇങ്ങനെ ചില അവസ്ഥകൾ കണ്ടു. അപ്പോൾ അടുത്തുള്ളൊരു ഡോക്ടറെ പോയി കാണാനിടയായി. ഡോക്ടർ രക്തമൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്കാണ് സീറം ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, കിഡ്നിയുടെ ഒരു ഫംഗ്ഷനെ സൂചിപ്പിക്കുന്ന സംഗതിയാണ്. ഈ ക്രിയാറ്റിനിൻ്റെ അളവ് അല്പം കൂടി നിൽക്കുന്നു. പലപ്പോഴും അളവിൽ കൂടുതലായി, അമിതമായി, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിൽ കൂടുതലായ അളവിൽ ഈ പ്രോട്ടീൻ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്ക് ചെറിയ പ്രശ്നം വരാം, ക്രിയാറ്റിനിൻ കൂടുന്നൊരവസ്ഥ വരാം. രക്തസമ്മർദ്ദം പരിശോധിച്ച് നോക്കിയപ്പോൾ രക്തസമ്മർദ്ദവും കുറച്ച് കൂടി നിൽക്കുന്നു. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചെറിയ തകരാറ് വന്നു കഴിഞ്ഞാൽ ഈ ചെറുപ്രായത്തിൽ തന്നെ രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വർക്കൗട്ട് നല്ലതാണ്, അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണ ക്രമീകരണം തീർച്ചയായിട്ടും നല്ലതാണ്. പക്ഷേ ഈ സപ്ലിമെൻറ്റുകൾ എന്ന് പറഞ്ഞ ചില സംഗതികൾ, ആ സപ്ലിമെൻറ്റുകൾ വെറുതെ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി ഓർഡർ ചെയ്ത് വാങ്ങി കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിൽ കൂടുതൽ അളവിലകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടിക്ക് പറ്റിയതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാം, കിഡ്നിയുടെ പ്രവർത്തനങ്ങൾക്ക് ചെറിയ തകരാറ് വരാം, രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഇത് ഇദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. എങ്ങനെ വേണം ഇനി അങ്ങോട്ടുള്ള ഭക്ഷണക്രമം കൃത്യമായിട്ട് നിർദ്ദേശിച്ചു. ആവശ്യമില്ലാത്ത സപ്ലിമെൻറ്റുകളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. അതെല്ലാം ഒഴിവാക്കി കൃത്യമായ ഒരു ഡയറ്റിലേക്ക് വന്നതോടുകൂടി പതിയെ കാര്യങ്ങൾ റെഡിയായി. ഒരു 3 മാസത്തിനുള്ളിൽ ഈ ക്രിയാറ്റിനിൻ്റെ അളവ് നോർമലായി. അതോടുകൂടി ഈ രക്തസമ്മർദ്ദവും നോർമലാവുന്ന അവസ്ഥ വന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങൾ എല്ലാത്തിനും ഒരു അളവുണ്ട്. ആ അളവ് അമിതമായാൽ, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്, അന്നജം കൂടിക്കഴിഞ്ഞാൽ ഡയബറ്റീസും ഫാറ്റി ലിവറും അടക്കം പലതും വരുമെന്നറിയാം. കൊഴുപ്പ് അമിതമായി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമെന്നൊക്കെ ആൾക്കാർക്ക് ധാരണയുണ്ട്. പക്ഷേ പ്രോട്ടീന് അത് എത്ര കഴിച്ചാലും കുഴപ്പമൊന്നും ഇല്ല എന്നൊരു ധാരണയിലാണ് ചിലരെങ്കിലും ഇരിക്കുന്നത്. പക്ഷേ പ്രോട്ടീനും അളവിൽ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരിക്കലും സ്വയം നമ്മൾ ചികിത്സിക്കാൻ മുതിരരുത്. ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റുകൾ ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു കുടുംബ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ഒരു നിർദ്ദേശം സ്വീകരിച്ച്, ആവശ്യമുണ്ടെങ്കിൽ ചില രക്തപരിശോധനകളും നടത്തിയ ശേഷം മാത്രം നമ്മൾ അത് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കുന്നതായിരിക്കും അഭികാമ്യം. നന്ദി, നമസ്കാരം.